നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ ആർജിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത് 1 കൊളോസർ 11 മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷമുണ്ടാകും. എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപയാർജിക്കാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു അമ്മായിയമ്മ, ഇപ്പം ഇന്നാൾ ഒരു ചെടുത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ? അച്ഛാ എന്താ പറഞ്ഞവർ? ഒരു അമ്മായിയപ്പ സാക്ഷ്യം പറഞ്ഞില്ലേ? എൻ്റെ മകളെ ഒരു കടുവക്കാട് കെട്ടിച്ചതെന്ന്. അപ്പം അച്ഛൻ വാപത്തി പിടിച്ച് മൈക്കും പോവാക്കി കളഞ്ഞ്. കാരണം കടുവ വേണം ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്ന മേക്കിൽ വെച്ചല്ലേ പറഞ്ഞത്. എൻ്റെ മകളെ ഒരു കടുവക്കാട് കെട്ടിച്ചത്. അപ്പം കടുവയായിരിക്കും. ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും, പുലിയെ പൂച്ചയാക്കാൻ പറ്റും. 2 തരത്തിലാണ് വരണത്. ഒന്ന്, കൃപയാർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും. എന്താ കാര്യം? ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് സംഭവം. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയണത് കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന്, നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല. ക്രിസ്തുവിൻ്റെ സഹനം മരിച്ചിട്ടും തീരണില്ല. അവിടെ INR എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നോക്കിയിട്ട് വഴിയെ പോണ ആൾക്കാർ പറയും, എന്താ പറയണത്? ഇവൻ രാജാവല്ലേ, ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല, ഞാൻ ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല സെൻറ്റ് പോൾ പറയണത്. അവൻ മരണത്തോളോ തന്നെ താഴ്ത്തിയെന്നാണ് പറയണത്. പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയത്. അവൻ മരണാനന്തരം തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു. കൈയടിച്ച് സുഖിക്കട്ടെ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മരണാനന്തരവും ഇങ്ങനെ ഒരു തുണിയുടെ നഗ്നതയിൽ ഒരു കുറവിറച്ചിയായിട്ട് പെരുവഴി തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ മരിച്ചിട്ടും അവനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നതായിട്ട് സുവിശേഷം പറഞ്ഞാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന മഹാസംഭവം അവസാനിക്കുന്നത്. അപ്പം അവന് മരണാനന്തരവും തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മൾക്ക് സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസാനം മാതൃകയായിട്ട് അവൻ കാലത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഇവൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാനാണ് സതീഷിനോട് പരിശുദ്ധാത്മാ പറയണത്, ടേക്ക് ഹിസ് പാർട്ട്. എന്ത് മനോഹരമാണത് കേൾക്കാൻ. സാക്ഷ്യം, ഇവൻ്റെ അരൂപി, ഇവനാണ് ലോകത്തെ ജയിച്ചവൻ, അവനിൽ നിനക്കൊരു പങ്കാളിത്തം വേണമെന്ന് പറയും. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. കൈയടിച്ച് കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്ക് പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും.
എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സഹനം അവനെ കത്തിച്ച് കളയണില്ല. കർത്താവ് പറയും, മരണം, ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹനം നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറുന്നത്. എൻ്റെ ദൈവവേദനെ, ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് കവനന്റിൽ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ലോകത്തെ സഹനത്തെ ജയിച്ച നിന്റെ നാമത്തിലെ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ നിന്റെ നാമത്താൽ, നാമത്തിന്റെ കൃപയാൽ, നാമത്തിന്റെ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഇത് കൊണ്ടാണ് ബൈബിളിലെ സഹനം സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം, ഇത് ആന്തരിക സന്തോഷമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ 14-17 പറയണത് അല്ലേ? ദൈവരാജ്യം, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ് ദൈവരാജ്യം? പറഞ്ഞേ. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിനും നമ്മൾ പങ്കാളികളാകുമ്പോഴാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സഹനത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ്. എല്ലാ സഹന സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശോ മാറുന്നത് ഇവിടെ വെച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തുവേ, നിൻ്റെ ബലം, നിൻ്റെ സഹനമല്ല. സഹനത്തിന് കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റ വാക്ക് ബലമെന്നുള്ളതാണ്. എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോൾ ഉടമ്പടിയുടെ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി, അപ്പോൾ എൻ്റെ ഉടനെ ഞാനെങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാനെങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാൻ നാളെ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കണത്, ഞാൻ ലോൺ എടുത്ത് പോയില്ല, 20 ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമല്ല, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പട്ടി മോങ്ങണ പോലെ മോങ്ങരുത്. കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം. കർത്താവിന് പദ്ധതിയുണ്ട്. നീ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ സമയത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടിയില്ലെന്ന് വരും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. നിന്നെക്കാളുന്നെല്ലാം നിൻ്റെ വഴി കർത്താവിനറിയാം. അതിന് കർത്താവ് നിൻ്റെ വഴി കർമ്മീകരിക്കുകയാണ്. അപ്പം നീ എന്താ പറയേണ്ടത്? എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ. ബലപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ മേൽ ദൈവിക ആധിപത്യം പ്രാപിക്കുന്ന ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിൽ ഈ പ്രാർത്ഥന കൂടുന്നവർ എന്നെല്ലാം കൂടിയാലും ഇതേ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യപ്പെടും. കാര്യം ഇത് ഉടമ്പടി ആരാധനയാണ്. ആരാധന പോലും ഉടമ്പടി എന്ന പദ്ധതിയിൽ ഇൻഷുറാണ്. അതുകൊണ്ടാണ് കാലാതീതമായി നിന്നെ ഈ ആരാധന സഹായിക്കുന്നത്. എൻ്റെ മക്കളെ, കൈകളടച്ച് കൈകൾ കൂപ്പി ആദരവോടെ നിൽക്കുക. കർത്താവിൻ്റെ സന്ദർശന സമയമാണ്. രക്ഷയുടെ ദിനങ്ങൾ നീ ആരംഭിക്കണം. നിൻ്റെ ജീവിതത്തിലെ 10,000 കാലുകുത്തിയിട്ട്
അനുഗ്രഹം പ്രാപിച്ച മണ്ണിലേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ കാലത്ത് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് ആകസ്മികമായി സംഭവിച്ചതല്ല. ദൈവത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പരിപാലനയുടെ ഭാഗമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്ന കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, മറ്റുള്ളവർ നിന്നെ കേസിൽ പെടുത്തിയിരിക്കാം, നിന്റെ ഭർത്താവ് സഹോദരങ്ങളെ പോസ്കോ കേസിലെ ജയിലിലാകാം, എന്തുമാകട്ടെ, ഈ കാലം കടന്നു പോകും. കാര്യം ഇതെല്ലാം ജയിച്ചവനാണ് ക്രിസ്തു. ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുമെന്ന് പറഞ്ഞവൻ്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. നിനക്ക് ദാനമായി അവനെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മ. അമ്മ തൻ്റെ ദൈവിക ദൗത്യം നിർവഹിച്ച ദൈവിക ഉടമ്പടിയിലാണ് നിന്നെ ഇപ്പോഴ് പങ്കാളിയാക്കിയിരിക്കുന്നത്. നീ ഉടമ്പടിയെ പരിചയപ്പെട്ടോ, പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ, യേശുവിനെ കുറിച്ച് കേട്ടോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കൈ വലത് കൈ ശിരസിലും ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരിശുദ്ധ ദേവമാത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗ്രഹിന്റെ ദൈവമേ, എല്ലാവരും പരിത്തത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുളിർജടമായി നീ മരുഭൂമിയിൽ ഒഴുകി വന്ന ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തണലേക്ക് നയിച്ച ദൈവമേ, ഹോറേബിലെ മുൾമരമരിയാതെ എരുതി നടുവിൽ നീ ജ്വലിച്ചു നിന്ന ദൈവമേ, നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ മീതെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ നിനക്ക് നേരവും ആരാധനയും സ്തുതിയും സ്തോത്രമുണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക. സ്തുതിക്കട്ടെ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. സത്യബന്ധങ്ങൾ കർത്താവിൻ്റെ ഒപ്പം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. പേശികളിലെ കർത്താവിൻ്റെ ഒപ്പം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ ഒപ്പം നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പെശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ ഒപ്പം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ ഒപ്പം നിറയട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവേ, ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒരുക്കണമേ. എല്ലാ കോശങ്ങളിലും പെശുകളിലും ദൈവിക ശക്തി ഒരുക്കണമേ. മാർഗരോഗങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാ രോഗ ദുരിതങ്ങളും
മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൈകള് ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്ത മക്കള്, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള്, ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മക്കളെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഭക്ഷണം സമാധാനത്തോടെ കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി നടക്കുന്ന മക്കള്, കർത്താവേ, ഒരു മകനെപ്പോലും കൈവിടാത്തവനെ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്ന ആശ്വസിപ്പിക്കുന്നവനെ നിന്റെ തിരുമുറുപാടുന്ന് വലതു കെടുത്ത കർത്താവെ, മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും, ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ അടയാളങ്ങൾ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങള്, ജീവ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സന്തോഷം നിറഞ്ഞ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോർത്ത് ബന്ധിക്കുന്നവരുണ്ട്, മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, മക്കള് ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, കൈവിട്ടു പോയ പോലെ തോന്നണവരുണ്ട്. കർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ടവൻ്റെ പുരിടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട്. രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട്. സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട്, വിവാഹം താമസിച്ചു പോകുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങ് ലോകത്തിന് അങ്ങ് അവ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണച്ചെറിയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്, ഭക്ഷണ പഥ്യമുള്ളത് കാരണം, രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ തളർന്നു പോയവരുണ്ട്. കർത്താവേ, എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ, മരുന്ന് ലേവനമല്ല കർത്താവേ. അങ്ങനെ വച്ചൊരുപാട് മക്കളെ സുഖപ്പെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നൽകട്ടെ, സൂചിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക.
സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യത വരെ ഈശോയെ നിന്നെ ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിൻ്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.